പവർ പ്ലേ തീരുമ്പോൾ പഞ്ചാബ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ കുറിച്ചത് 52 റൺസ്. പ്രഭ് സിമ്രാൻ സിംഗും ജോഷ് ഇംഗ്ലീഷും ക്രീസിലുണ്ട്. ശ്രേയസും ശശാങ്കും സ്റ്റോയിനിസും അടക്കമുള്ള വൻ താരനിര വരാനിരിക്കുന്നു. വിക്കറ്റുകൾ കയ്യിലിരിക്കെ അഹമ്മദാബാദിലെ പിച്ചിൽ 190 എന്നത് ഈസിയായി മറികടക്കാവുന്ന ഒരു ലക്ഷ്യമാണ്. കോഹ്ലിയുടെ മുഖത്ത് ആശങ്കയുടെ കാർമേഘങ്ങൾ പാറി നടന്നു. RCB കുപ്പായമിട്ട് ഗാലറിയിലെത്തിയ 10,000ങ്ങളും ടിവിക്ക് മുന്നിലിരുന്ന ആരാധകരും ഒരു ഗെയിം ചേഞ്ചിങ് സ്പെല്ലിനായി കാത്തിരിക്കുകയായിരുന്നു. അന്നേരം ക്യാപ്റ്റൻ രജത് പട്ടിദാറുടെ വിളികേട്ട ഒരാൾ ബൗളിംഗ് എൻഡിലെത്തി. തലയിൽ ചുവന്ന റിബണും കനലെറിയുന്ന കണ്ണുകളുമായ ഒരാൾ, കൃണാൽ ഹിമൻഷു പാണ്ഡ്യ. പഞ്ചാബിന് മുൻതൂക്കമുണ്ടെന്ന് കമന്ററി ബോക്സ് അടക്കം പറയുന്ന ഒരു മത്സരത്തിൽ അയാൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പന്തെറിയാനൊരുങ്ങി. പലതരം വേരിയേഷനുകൾ ആ ഓവറിൽ പിറന്നത് വെറും 3 റൺസ് മാത്രം. തൊട്ടു പിന്നാലെ എറിഞ്ഞ സുയാൻഷിനെ പക്ഷേ പഞ്ചാബ് ടാർഗറ്റ് ചെയ്തു. ആ ഓവറിൽ 15 റൺസ് അടിച്ചുകയറ്റി പഞ്ചാബ് വീണ്ടും ട്രാക്കിലേക്ക് കയറി. ലക്ഷക്കണക്കിന് RCB ആരാധകരുടെ പ്രാർത്ഥനകളുമായി വീണ്ടും കൃണാൽ പന്തെടുത്തു. ആദ്യ 2 പന്തുകളിൽ പിറന്നത് 2 സിംഗിളുകൾ മാത്രം. ക്രീസിൽ താളം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന പ്രഭ് സിമ്രാന് നേരെ കൃണാൽ 80 കിലോമീറ്റർ മാത്രം വേഗതയുള്ള ഒരു പന്തെറിഞ്ഞു. അതിൽ പ്രഭ് സിമ്രാൻ വീണു. അത് പഞ്ചാബ് ക്യാമ്പിനുള്ള ഒരു ക്ലിയർ മെസ്സേജ് കൂടിയായിരുന്നു. ഈ മത്സരത്തിൽ ഉടനീളം RCBക്കെതിരെ അവർ പയറ്റിയത് പേസ് വേരിയേഷനുകളായിരുന്നു. ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിൽ പലകുറി വിജയം കണ്ടിട്ടുള്ള തന്ത്രമായിരുന്നു അവർ RCBക്കെതിരെ പുറത്തെടുത്തത്. കോച്ച് റിക്കി പോണ്ടിങ്ങും അസിസ്റ്റന്റ് കോച്ച് ബ്രാഡ് ഹാഡിനും ഫാസ്റ്റ് ബോളിംഗ് കോച്ച് ജെയിംസ് തോംസും അടക്കമുള്ള ഓസീസ് തലച്ചോറുകളിൽ ഉദിച്ച ബുദ്ധിയായിരുന്നു അത്. സ്ലോ ബോൾസർ അടക്കമുള്ളവയുമായി അവരത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു. സാക്ഷാൽ കോഹ്ലി പോലും അതിൽ പതറിപ്പോയി. പക്ഷേ സ്പീഡ് വേരിയേഷൻ കൊണ്ട് പഞ്ചാബ് ബോളർമാരെക്കാളും കളിക്കാനറിയുന്ന ഒരാൾ ഇപ്പുറത്തുമുണ്ടായിരുന്നു. അതായിരുന്നു കൃണാൽ. നിന്ന നിൽപ്പിൽ 100 മുകളിലും 80ലും എറിയാൻ കപ്പാസിറ്റിയുള്ള ബുദ്ധിമാനായ ക്രിക്കറ്റർ. തൊട്ടടുത്ത ഓവറിൽ ശ്രേയസിനെ മടക്കി റൊമാരിയോ ഷെഫേർഡ് RCB ക്യാമ്പിലേക്ക് ഒരു പൂത്തിരി കൂടി കത്തിച്ചിട്ടു. കളി കൈയിലേക്ക് വരുന്നതറിഞ്ഞ പട്ടിദാർ വീണ്ടും കൃണാലിനെ വിളിച്ചു. ആ ഓവറിലെ ആദ്യ പന്തിൽ സിക്സറുമായി ജോഷ് ഇംഗ്ലീഷ് കൃണാലിന് മറുപടി പറഞ്ഞു. പക്ഷേ തലച്ചോറ് ഉപയോഗിച്ച് പന്തെറിയുന്ന കൃണാൽ പതറിയില്ല. ശേഷിക്കുന്ന 5 പന്തിൽ നിന്നും കൺസീഡ് ചെയ്തത് ഒരൊറ്റ റൺസ് മാത്രം. വീണ്ടും റൊമാരിയോ ഷെഫേർഡ് പന്തെറിഞ്ഞു. ജോഷ് ഇംഗ്ലീഷ് എന്ന ഓസ്ട്രേലിയക്കാരൻ കളം പിടിച്ചു വരികയാണ്. ഈ മത്സരവും 18 വർഷത്തെ കാത്തിരിപ്പും അവസാനിക്കാൻ ഇംഗ്ലീഷിന്റെ വിക്കറ്റ് കൂടി വേണമെന്ന് RCB ക്യാമ്പിനറിയാം. ഓൾറെഡി 3 ഓവർ എറിഞ്ഞ കൃണാലിനെ അയാളുടെ 4ാം ഓവറും എറിഞ്ഞ് സ്പെൽ പൂർത്തിയാക്കാനായി ക്യാപ്റ്റൻ വിളിച്ചു. ഈ ഓവറിൽ കൃണാലിനെ അടിച്ചാൽ കളി തീരുമെന്ന് മനസ്സിലാക്കിയ ഇംഗ്ലീഷ് ആദ്യ പന്തിനെ ലോങ് ഓണിലേക്ക് പറത്തി. പക്ഷേ അത് ലിയാം ലിവിങ്സ്റ്റന്റെ കൈകളിൽ അവസാനിച്ചു. ബൗണ്ടറി റോപ്പിനോട് ചാരി ലിവിങ്സ്റ്റൺ പിടിച്ചെടുത്തത് മത്സരം കൂടിയാണെന്നാണ് അന്നേരം കമന്ററി ബോക്സിൽ നിന്നും കേട്ടത്. ഒരു യുദ്ധം ജയിച്ചവന്റെ ഭാവത്തിൽ കൃണാൽ കൈകൾ ഉയർത്തി. ആ ഓവറിൽ പിറന്നത് വെറും 3 റൺസ് മാത്രം. കൃണാലിന്റെ 4 ഓവറിൽ പിറന്നത് വെറും 17 റൺസ്, കൂടെ നിർണായകമായ 2 വിക്കറ്റുകളും. പഞ്ചാബിന്റെ കയ്യിലിരുന്ന മത്സരം അയാൾ വലിച്ച് RCBയുടെ ടേബിളിലേക്ക് ഇട്ടു. മത്സരം അവശേഷിപ്പിക്കേണ്ട ജോലി മാത്രമേ ബാക്കി ബോളർമാർക്കുണ്ടായിരുന്നുള്ളൂ. കൂടെ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും. 2017 മുംബൈക്കായി ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ചും കൃണാൽ നേടിയിരുന്നു. 2 ഫൈനലുകളിൽ കളിയിലെ താരമാകുന്ന ആദ്യത്തെയാൾ കൂടിയായി കൃണാൽ മാറി. മെഗാലയത്തിൽ ഞങ്ങളുടെ ഏറ്റവും മികച്ച സൈനികകളിൽ ഒന്നായി കൃണാലിനെ നേരത്തെ RCB കോച്ച് ആൻഡി ഫ്ലവർ വിശേഷിപ്പിച്ചിരുന്നു. പോയ സീസണിൽ ലക്നൌ സൂപ്പർ ജയൻസിൽ ഇമ്പാക്ട് ഉണ്ടാക്കാതിരുന്ന താരത്തെ 5 കോടിക്കാണ് ബംഗളൂരു ഒപ്പം കൂട്ടിയത്. ലളിത്തിൽ ബംഗളൂരുവിന്റെ പാളിയ സ്ട്രാറ്റജിയാണെന്നുള്ള വിമർശനവും തൊട്ടു പിന്നാലെ ഉയർന്നു. എന്നാൽ എല്ലാറ്റിനുമുള്ള മറുപടിയായിരുന്നു ഇതുവരെയുള്ള അയാളുടെ ഓൾറൗണ്ട് പ്രകടനം. പവർ പ്ലേയിലും മധ്യ ഓവറുകളിലും വേണ്ടി വന്നാൽ ഡെത്ത് ഓവറിൽ വരെ അയാൾ ക്യാപ്റ്റന്റെ വിശ്വസ്തനായി. അപ്രതീക്ഷിത ബൗൺസറുകളും വൈഡ് യോർക്കറുകളുമായി എതിരാളികളെ ഭയപ്പെടുത്തി. പലപ്പോഴും മധ്യ ഓവറുകളിൽ RCB ബൗളിങ്ങിനെ ബാലൻസ് ചെയ്തത് അയാളായിരുന്നു. നിർണായക സമയങ്ങളിൽ ബാറ്റ് കൊണ്ടും രക്ഷകനായി. RCB ചരിത്രം മാറ്റിക്കുറിക്കുമ്പോൾ അതിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് കൃണാലിന്റെ പേരാണ്.